1978 വിടരുന്ന മൊട്ടുകൾ എന്ന സിനിമയിലൂടെയാണ് ഉർവശി സിനിമയിലേക്ക് വന്നത്. പിന്നീട് തന്റെ 13ാമത്തെ വയസ്സിലാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത്. 1983 പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ച് എന്ന തമിഴ് സിനിമയായിരുന്നു ആദ്യമായി നായികയായി അഭിനയിച്ച് റിലീസായ സിനിമ. ഈ സിനിമ വൻ വിജയം നേടിയത് ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി. 1984 പുറത്തിറങ്ങിയ എതിർപ്പുകളാണ് ഉർവശി നായികയായി അഭിനയിച്ച ആദ്യ മലയാള സിനിമ. മമ്മൂട്ടിയാണ് ഇതിൽ നായകനായി അഭിനയിച്ചത്. 1985 മുതൽ 1995 കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാൾ ഉർവശിയായിരുന്നു. ഈ കാലയളവിൽ 500-ലധികം മലയാള ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും അവർ വേഷമിട്ടിട്ടുണ്ട്. ഉത്സവമേളം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകൾക്ക് വേണ്ടി ഉർവശി കഥയും എഴുതിയിട്ടുണ്ട്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന സിനിമ നിർമ്മിച്ചതും ഉർവശി തന്നെയാണ്. ഇപ്പോൾ മലയാളത്തിലെ മൺമറഞ്ഞുപോയ കലാകാരന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ഉർവശി. സ്ഫടികം എന്നൊരു സിനിമ രണ്ടാമതിറങ്ങിയപ്പോൾ താൻ കണ്ടിട്ടില്ലെന്നും അതിന് കാരണം കരമന ജനാർദ്ദനൻ നായർ, രാജൻ പി ദേവ്, തിലകൻ, KPC ലളിത, നെടുമുടി വേണു അങ്ങനെ ഒരുപറ്റം ആൾക്കാർ ഇല്ലെന്ന തോന്നൽ വരുമെന്നും ഉർവശി പറയുന്നു. ഇവരുടെ കൂടെ വർക്ക് ചെയ്തതൊക്കെ വലിയ സംഭവമാണെന്നും അവർ തങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അമിത സ്വാതന്ത്ര്യം എടുത്തുപോയെന്നും ആ വാല്യൂ താൻ അറിഞ്ഞില്ലേ എന്നൊക്കെയാണ് തോന്നുന്നതെന്നും ഉർവശി പറഞ്ഞു. അവരൊക്കെ തന്നെ കൊണ്ടു നടക്കുമായിരുന്നുവെന്നും ഉർവശി കൂട്ടിച്ചേർത്തു. സ്ഫടികം എന്നൊരു സിനിമ രണ്ടാമതിറങ്ങിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കരമന ജനാർദ്ദനൻ നായർ, രാജൻ പി ദേവ്, തിലകൻ, KPC ലളിത, നെടുമുടി വേണു അങ്ങനെ ഒരുപറ്റം ആൾക്കാർ ഇല്ലല്ലോ. ഇവരുടെ കൂടെ വർക്ക് ചെയ്തതൊക്കെ എന്തൊരു വലിയ സംഭവം ആയിരുന്നു. അവർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ എപ്പോഴും അമിത സ്വാതന്ത്ര്യം എടുത്തു പോയോ? ആ വാല്യൂ ഞാൻ അറിഞ്ഞില്ലേ എന്നൊക്കെയാണ് തോന്നുന്നത്. അവരൊക്കെ എന്നെ കൊണ്ടു നടക്കുമായിരുന്നുവെന്നും ഉർവശി പറയുന്നു.